الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتد ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها كل محدثة بدعة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله العلي العظيم. പ്രിയ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് പരമാവധി അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യമായി തന്നെ വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. ശരിയായ സത്യവിശ്വാസികളായി ജീവിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കി സ്വർഗത്തിന് അവകാശികളാകുന്ന സത്യവിശ്വാസികളായി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പലതരത്തിലുള്ള വിഷമസന്ധിയിലൂടെയാണ് മുസ്ലിം സമൂഹം നമ്മുടെ നാട്ടിലായിരുന്നാലും ലോകാടിസ്ഥാനത്തിലായിരുന്നാലും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ നമ്മളെ ബോധവൽക്കരിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറ. നമുക്ക് സുപരിചിതമായ സൂക്തങ്ങളാണ്. നിങ്ങൾ സത്യവിശ്വാസികളായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചവരാണെങ്കിൽ, ഇസ്ലാമിക വിശ്വാസം കൈക്കൊണ്ടവരാണെങ്കിൽ, തീർച്ചയായും നിങ്ങൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതാണ്. ഫി അംവാലികും വ അൻഫുസികും, അത് നിങ്ങളുടെ ധനത്തിലാവാം, നിങ്ങളുടെ ശരീരത്തിലാവാം, ജീവിതത്തിൽ പല രീതിയിലാവാം ആ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്നിട്ടൊരു കാര്യം പ്രത്യേകം പറയുന്നു, വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറ. നിങ്ങൾ കേൾക്കേണ്ടി വരും, നിശ്ചയമായും നിങ്ങൾ കേൾക്കും. സത്യനിഷേധികളായ മുശ്രിക്കുകളായ ആളുകളിൽ നിന്ന്, ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള ആളുകളിൽ നിന്ന് അദൻ കസീറ, ഒരുപാട് ഉപദ്രവങ്ങൾ. അദൻ എന്ന് വെച്ചാൽ ഉപദ്രവം എന്നർത്ഥം പറയാം, വൃത്തികേടുകൾ എന്നർത്ഥം പറയാം. അത എന്നുള്ള അറബി പദത്തിന് നമ്മൾ പലതരത്തിലുള്ളത് നമ്മളുടെ കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളിൽ നിന്ന്, പല വിഭാഗങ്ങളിൽ, പല തരത്തിലുള്ള വ്യക്തികളിൽ നിന്ന് എന്തെല്ലാം തരത്തിലുള്ള വാക്കുകളാണ്. കേൾക്കാൻ കൊള്ളാത്ത, വിശ്വസിക്കാൻ കൊള്ളാത്ത, യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്ത, ഒരു നിലക്കും കണക്കൂട്ടാൻ സാധിക്കാത്ത, ഇസ്ലാമിനെ സംബന്ധിച്ചാവുമ്പോൾ, മുസ്ലിങ്ങളെ സംബന്ധിച്ചാവുമ്പോൾ ഏത് തരത്തിലുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞു പ്രചരിപ്പിക്കാം എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് കാലങ്ങളായി അത്
ഏതാനും പതിറ്റാണ്ടുകൾ എന്നൊക്കെ പറയാം. കുറച്ചു മുമ്പ് അങ്ങനെയല്ലായിരുന്നു നമ്മുടെ കാലം, നമ്മുടെ ജീവിതം, നമ്മുടെ സാമൂഹിക ഘടന. എന്നാൽ ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എങ്ങനെ ഉണർത്തിയോ, എന്താണോ ഉണർത്തിയത് ആ കാര്യം കൃത്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സത്യവിശ്വാസികളായി ജീവിക്കാൻ തീരുമാനിച്ചിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സാമൂഹിക സന്ദർഭങ്ങൾ ഈ തരത്തിൽ വിഷലിപ്തമാവുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ അവിടെ ക്ഷമ കൈക്കൊള്ളേണ്ടതുണ്ട്, നിങ്ങൾ അതിനോട് പ്രതികരിക്കുന്നിടത്ത് സൂക്ഷ്മത കൈക്കൊള്ളേണ്ടതുണ്ട്. ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങളെ കാണേണ്ടത്. അത്തരത്തിലുള്ള ആളുകളിൽ നിന്നും ആ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടാവുമ്പോൾ തീർച്ചയായും നമ്മൾ ക്ഷമ കൈക്കൊള്ളണം. ആ ക്ഷമ എന്ന് പറയുന്നത് പഞ്ചപുച്ഛമടക്കി അടങ്ങി ഒതുങ്ങിയിരിക്കുക എന്നുള്ളതല്ല. നമ്മൾ ഏത് രീതിയിലാണോ അതിനോട് പ്രതികരിക്കേണ്ടത് ഏറ്റവും യുക്തമായ രീതിയിൽ അതിനോട് പ്രതികരിക്കുക എന്നുള്ളതാണ്. എന്ന് പറയുന്നത് അവിടെയാണ് പ്രസക്തമാവുന്നത്. അവിടെ നിങ്ങൾ സൂക്ഷ്മത കൈക്കൊള്ളണം. ഏത് തരത്തിലാണ് ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ പ്രതികരിക്കേണ്ടത്, എങ്ങനെയാണ് ഇതിനെ അഭിമുഖീകരിക്കേണ്ടത് എന്നുള്ളത്. അല്ല എങ്കിൽ അത് നമുക്ക് തന്നെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അതല്ല, ഹിക്മത്തോടുകൂടി ക്ഷമയോടുകൂടി വളരെ സൂക്ഷ്മതയോടുകൂടി ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുകൊണ്ടൊന്നും ഒരുപക്ഷെ ഇത് നമുക്ക് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയതല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്തതുമല്ല. എന്തിനധികം നമ്മൾക്ക് സാധാരണക്കാരായ മുസ്ലിങ്ങൾ, പ്രവാചകന്മാർ പോലും, അവർ പ്രവാചകന്മാരാണെന്ന് അറിഞ്ഞിട്ട് പോലും ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവദൂതന്മാർ ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് ഇതിലും വലിയ ആക്ഷേപങ്ങളും ശകാരങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ പിന്നെയാണോ നമ്മളെപ്പോലുള്ള ആളുകൾ കേൾക്കുന്നതും സഹിക്കുന്നതും അനുഭവിക്കുന്നതും എന്നുള്ളത് നമുക്ക് അതൊരു പുത്തരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ നമ്മൾ ക്ഷമ കൈക്കൊള്ളുക. ഇവിടെ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ഗൗരവമാണ്. നമ്മളോട് ഒരാൾ എന്തെങ്കിലും ഒരു ചീത്ത വർത്തമാനം, നമ്മളെ മുസ്ലിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വർത്തമാനം പറയുക എന്നുള്ളത് അത്ര ഗൗരവമില്ല, നമുക്ക് അവിടെ ക്ഷമിക്കാം. പക്ഷെ ഒരിക്കലും മുസ്ലിങ്ങളോട് ചേർക്കാൻ പറ്റാത്ത, സങ്കല്പിക്കാൻ പോലും പറ്റാത്ത, അവരോട് കൂട്ടിക്കെട്ടാൻ പറ്റാത്ത ഒരു വസ്തുത, ഒരു കാര്യം പറയുമ്പോൾ, ഒരാൾ പറയുമ്പോൾ, ആരോപിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. എന്നോടാണ് പറയുന്നതെങ്കിൽ, അല്ലെ നാളെ ആളോടാണ് പറയുന്നതെങ്കിൽ അത് ശരി, പ്രശ്നമില്ല. അതേസമയം ഇന്ന് IT സെല്ലുകൾ പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ്. ഏതൊരു വ്യക്തിയാവട്ടെ, പ്രത്യേക നേതാക്കന്മാരാവട്ടെ, സമൂഹമാവട്ടെ, പാർട്ടികളാവട്ടെ, നിശ്ചിത ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വിവിധ സമൂഹങ്ങൾക്കിടയിൽ വിവിധ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘങ്ങളും പാർട്ടികളും അവർക്കൊക്കെയും കൃത്യമായ പരിപാടികളും പദ്ധതി, അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അത് ഈ സമൂഹത്തിൽ നടപ്പിലാക്കാൻ, ജനങ്ങളിലെ എത്തിക്കാൻ IT സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ കൃത്യമായും ആസൂത്രിതമായും നവമാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെയാണ് നമ്മളെ ഇത് ബാധിക്കുന്നത്. ഒരു കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് 1ഉം 10ഉം ആളുകളുടെ കയ്യിലേക്കല്ല, നിമിഷ നേരം കൊണ്ട് അത് ലോകത്താകമാനം ആളുകൾ അത് കാണുകയാണ്, കേൾക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ ആ ഒരു സന്ദർഭത്തിൽ തന്നെ അത്തരം മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ സത്യവിശ്വാസികളുടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്നുള്ളത്, പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആശ്വാസകരമാണ്. എന്നാലും നമ്മളത് ആസൂത്രിതമായും വളരെ ക്ഷമയോടുകൂടിയും യുക്തിസഹമായും അതിനെ സമീപിച്ചിട്ടില്ല എങ്കിൽ നമുക്കതിൻ്റെ ആ വ്യാപ്തി, നമ്മളെ സമൂഹത്തെ ഏൽപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിനെ ബാധിക്കുന്ന, മുസ്ലിങ്ങളെ ബാധിക്കുന്ന അതുകൊണ്ടുള്ള ഉപദ്രവം, അതിന്റെ വ്യാപ്തി കുറക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഇതുകൊണ്ടുള്ള ഗുണവശം നമുക്കതൊരു കാര്യമായി ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ അല്ലെ മുസ്ലിങ്ങളുടെ യഥാർത്ഥ വസ്തുതകളും കാര്യങ്ങളും മറ്റ് ഇതര സമൂഹങ്ങളിലേക്ക് കൂടി എത്തിക്കുവാൻ നമുക്ക് സാധിക്കും. ആ തരത്തിൽ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ്. തീർച്ചയായും മുസ്ലിം സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണിത്.
ഇതുപോലെ തന്നെ സമൂഹത്തിൽ ബാധിക്കുന്ന, ഇസ്ലാമിനെ ഇന്ന് വളരെ ഗുരുതരമായി ബാധിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് കാപട്യം എന്നുള്ളത്. ഇത് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്നത് കാപട്യം അതിലൊരു വിഷയമാണ്. ജനങ്ങളുടെ സ്വാർത്ഥ താല്പര്യം അതിലൊരു വിഷയമാണ്. ചില ആളുകളുടെ സ്വാർത്ഥത, സ്വജനപക്ഷപാതം, ഇതൊക്കെ വെച്ചുകൊണ്ട് മുസ്ലിമിനെതിരെ എന്ത് തരത്തിലുള്ളതും വെച്ച് വിളമ്പുക എന്നുള്ളതാണ്. അതിനേക്കാൾ അപകടകരമാണ് കാപട്യം എന്നുള്ളത്. ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും, നമ്മൾ കണ്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒരു സുന്നത്താണ്. അള്ളാഹുവിന്റെ തന്നെ ആവശ്യമാണ് ചില കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാവുക എന്നുള്ളത്. നമുക്കറിയാം, ഇസ്ലാമിനകത്ത് കടന്നുകൂടിയിരുന്ന, തങ്ങൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞിരുന്ന, മുസ്ലിങ്ങളാണെന്ന് വിചാരിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളെ വേർതിരിക്ക് കാണിക്കപ്പെടുന്നുണ്ട്. ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു, യുദ്ധമായിരുന്നു, സംഘട്ടനമായിരുന്നു ബദറിന് ശേഷം ഉഹദ്. ഉഹദ് യുദ്ധവേളയിൽ മുസ്ലിം സമൂഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. കപടവിശ്വാസികളായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ ആ സന്നിഗ്ധ ഘട്ടത്തിൽ ഇസ്ലാമിന്റെ ആ പടയണിയിൽ നിന്ന് വേർപെട്ടു പോയി. എന്തായിരുന്നു? അവരുടെ വിശ്വാസം അവരുടെ അകത്തേക്ക്, മനസ്സിനകത്തേക്ക് കടന്നിട്ടില്ലായിരുന്നു. ഇന്ന് മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന, ഇസ്ലാമിക സമൂഹം അന്താരാഷ്ട്ര തലത്തിൽ ലോക അടിസ്ഥാനത്തിൽ അഭിമുഖീകരിച്ചിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് കാപട്യം എന്നുള്ളത്. മുസ്ലിങ്ങൾക്കിടയില് തങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കുക, ഞങ്ങൾ ഇസ്ലാമിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് തോന്നിപ്പിക്കുക. അതേസമയം അവരുടെ ഉള്ളിനകത്ത്, മനസ്സിനകത്ത് ഇസ്ലാമിനെതിരായ വിഷയങ്ങളാണ് കുടികൊള്ളുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൃത്യമായി മനസ്സിലാകുന്ന രീതിയിൽ തന്നെ നമ്മോട് സൂചിപ്പിക്കുന്നത്, നമ്മളെ ഉണർത്തുന്നുണ്ട്. വമാ അസാബകും യൗമൽ തഖൽ ജംആനി ഫബിഇദ്നില്ലാഹ്. രണ്ട് കൂട്ടർ, രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ സന്ദർഭത്തിൽ എന്താണ് സംഭവിച്ചത്, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾക്കറിയാം, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഫബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം തന്നെയാണ് നടന്നിരിക്കുന്നത്. വലിയഅലമൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾ ആരാണെന്ന് അള്ളാഹുവിന് അറിയുന്നതിന് വേണ്ടി. സത്യവിശ്വാസികൾക്കും അതറിയണം. നിങ്ങളുടെ കൂട്ടത്തിലുള്ള സത്യവിശ്വാസികൾ ആരാണ് യഥാർത്ഥത്തിൽ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി. വലിയഅലമല്ലദീന നാഫഖൂ, കപടവിശ്വാസികൾ ആരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയേണ്ടതുണ്ട്. വഖീല ലഹും തആലൂ ഖാതിലൂ ഫീ സബീലില്ലാഹ്, നിങ്ങൾ വരൂ. സന്ദർഭം നമ്മളോട് വളരെ ഗുരുതരമായ, വളരെ പ്രത്യേകമായ ചില സംഗതികൾ ആവശ്യപ്പെടുന്നു എന്നവരോട് പറയപ്പെട്ടു കഴിഞ്ഞാൽ, തആലൂ ഖാതിലൂ ഫീ സബീലില്ലാഹ് അവിദ്ഫഉ, അല്ല നിങ്ങൾ യുദ്ധം ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് പ്രതിരോധിക്കുകയെങ്കിലും ചെയ്യൂ എന്ന് പറയപ്പെട്ടാൽ, ഖാലൂ ലൗ നഅലമു ഖിതാലൻ ലതബഅനാകും, ആ സന്ദർഭത്തിൽ എന്താ അവർ പറഞ്ഞത്? യുദ്ധമുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നെങ്കിൽ, ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു, ഞങ്ങൾ നിങ്ങളെ പിന്തുടരുമായിരുന്നു, യാതൊരു സംശയവുമില്ല എന്ന് അവർ പറയും. അവർ വഴിയിൽ നിന്ന് പിന്മാറിയതാണ്. ലതബഅനാകും. എന്നാൽ ഈ വസ്തുത എന്താ? വഹും ലിൽ കുഫ്രി യൗമഇദിൻ അഖറബു ലിൽ ഈമാൻ, അവർക്ക് അവരുടെ കൂടുതൽ അടുപ്പം, യൗമഇദിൻ ലിൽ കുഫ്ർ അഖറബു ലിൽ ഈമാൻ, ഈമാനിനോട്, സത്യവിശ്വാസികളോട് ഉള്ളതിനേക്കാൾ അവരുടെ അടുപ്പം കുഫറിനോടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ സാമീപ്യവും അവരുടെ ബന്ധം ഇസ്ലാമിനോടും മുസ്ലിങ്ങളും ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് നിഷേധികളോടാണ്, മുശ്രിക്കുകളോടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. യഖൂലൂന ബി അഫ്വാഹിഹിം, അവരവരുടെ നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും, മാ ലൈസ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ ഇല്ലാത്തത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. സഹോദരന്മാരെ, ഇസ്ലാം ഒരുപാട് സംഘടനകൾ കണ്ടിട്ടുണ്ട്, യുദ്ധങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കാലത്ത് ലോകം മുഴുവൻ, ലോകരാജ്യങ്ങൾ മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കെ, ഏറ്റവും ക്രൂരമായ അതിക്രമം, കയ്യേറ്റം നടന്നുകൊണ്ടിരിക്കെ, ക്രൂരമായ കൊലകൾ നടന്നുകൊണ്ടിരിക്കെ, കുഞ്ഞുങ്ങളോട് പോലും, സ്ത്രീകളോട് പോലും, കുട്ടികളോട് പോലും യാതൊരു ദയാദാക്ഷിണ്യമില്ലാതെ, മനുഷ്യ മനസ്സിൽ പ്രകൃതിപരമായ എന്തൊക്കെ നന്മകളുണ്ടോ അത്തരത്തിലുള്ള യാതൊരു നന്മകളും അവശേഷിക്കാതെ ഏറ്റവും ക്രൂരമായ രീതിയിൽ മുസ്ലിം സമൂഹത്തെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ആ സന്ദർഭം, ലോകരാജ്യങ്ങൾ, മുസ്ലിം സമൂഹം 40-40-ലധികം മുസ്ലിം രാജ്യങ്ങൾ ഉണ്ടായിരിക്കെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര ഗുരുതരമായ രീതിയിലാണ് സംഭവിക്കുക എന്ന് പോലും പ്രശ്നമല്ല. നിരപരാധികളാണ് കൊല്ലപ്പെടുന്നത് എന്ന് പോലും പ്രശ്നമല്ല. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉഹുദിൽ കപടവിശ്വാസികളുടെ കാര്യം, മുനാഫിക്കുകളുടെ കാര്യം എങ്ങനെ പ്രകടമായോ, നമുക്കിവിടെ അത് പ്രകടമാവുകയാണ്.
അവർ സംസാരിച്ചുകൊണ്ടിരിക്കും, ഇസ്ലാമിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കും, യുദ്ധം അവസാനിപ്പിക്കണം എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ചെയ്യുന്നത് ലോക വ്യവസ്ഥയുടെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മര്യാദകളുടെ ലംഘനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. പറച്ചിലിനപ്പുറം, വായ്ത്താരിക്കപ്പുറം അതിനപ്പുറത്തേക്ക് യാതൊന്നും നടപടികളിലേക്ക് അവർ പോവുകയില്ല. എന്തുകൊണ്ട്? നിഫാഖ് അവരെ പിടികൂടിയിരിക്കുന്നു. ഇത് പെട്ടെന്നുണ്ടായതല്ല. വർഷങ്ങൾ കടന്ന പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഉപജാപങ്ങളിലൂടെ മുസ്ലിം സമൂഹത്തെ, മുഖ്യമായി അറിയപ്പെടുന്ന മുസ്ലിം രാഷ്ട്രങ്ങളെ, അറബ് രാഷ്ട്രങ്ങളുടെ നേതാക്കന്മാരെ, ആ അർത്ഥത്തിൽ ഒരു അധപ്പതനം പതിറ്റാണ്ടുകളായി മുസ്ലിം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഉണർത്തുന്നു, മാ കാന അല്ലാഹു ലിയദറിൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമൂഹത്തെ അവരെങ്ങനെയാണോ ഉള്ളത് അവസ്ഥയിൽ അങ്ങനെ നിലനിർത്തുക എന്നുള്ളത് അല്ലാഹു ഉദ്ദേശിച്ചതല്ല. അല്ലാഹുവിനെ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. മാ കാന അല്ലാഹു ലിയദറിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ അങ്ങനെ വിടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നില്ല. എങ്ങനെ? അവരേതൊരവസ്ഥയിലാണോ ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അവര് വിശ്വാസികളുണ്ട്, ഇസ്ലാമിന് വേണ്ടി എന്തോ സമർപ്പിക്കാൻ, ത്യജിക്കാൻ തയ്യാറായവരുണ്ട്. അതേസമയം വലിയൊരു വിഭാഗം ഇസ്ലാം ഈമാൻ ഉള്ളിൽ കടന്നിട്ടില്ലാത്തവരുണ്ട്, കാപ്പട്യം ഉള്ളിൽ ഒളിച്ചു വെച്ചവരുണ്ട്. എല്ലാവരും മുസ്ലിം സമൂഹത്തിന്റെ ഉള്ള അടക്കമായിട്ട് ഉള്ളിലായി നീക്കൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. സുഖകരമായ ഒരവസ്ഥ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങനെയല്ല. ഹത്താ യമീസുൽ ഖബീസ മിന ത്വയ്യിബ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു നിശ്ചയമുണ്ട്. ഖബീസിനെ ത്വയ്യിബിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വേർതിരിച്ച് കാണപ്പെടേണ്ടതുണ്ട്. ഇത് സത്യവിശ്വാസികൾക്കും ആവശ്യമാണ്. മുസ്ലിം സമൂഹത്തിനുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിന് ഇത് ആവശ്യമാണ്. ശരിയല്ലേ? നമുക്കിടയിൽ കപടന്മാരുണ്ടെങ്കിൽ, വിശ്വാസവഞ്ചകരുണ്ടെങ്കിൽ, അത് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ, ഇസ്ലാമിന്റെ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള ശരിയായ പ്രയാണത്തെ അത് പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. നമ്മുടെ സമൂഹം വളരെ സുന്ദരമാണ്, സമാധാനപരമാണ്, ദൈവത്തിന്റെ നാടാണ്, ഗോഡ്സ് ഓൺ കൺട്രിയാണ് എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇതിനകത്ത് വേർതിരിക്കപ്പെടേണ്ട ഒരുപാട് ശക്തികൾ ഉണ്ടായിരുന്നു. വിശ്വാസികൾക്കിടയിൽ വിശ്വാസികളും കപടന്മാരും കൂടിക്കലരുക എന്നുള്ളൊരവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല, അവൻ അത് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി, ഏതൊരവസ്ഥയിലാണോ മുസ്ലിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തുടരാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അവരെ വിട്ടേക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു പശ്ചാത്തലമാണ് നമ്മുടെ പ്രാദേശിക തലത്തിൽ, നമ്മുടെ നാട്ടിലെടുത്ത് നോക്കിയാലും അന്താരാഷ്ട്ര തലത്തിൽ മുസ്ലിം സമൂഹത്തെ എടുത്ത് നോക്കിയാലും വെറുതെ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഇതൊന്നും കാണുന്നില്ല എന്നുണ്ടോ? നമ്മളിങ്ങനെ വിചാരിക്കും, എത്ര ക്രൂരമായാണ് റമളാനിൽ, പരിശുദ്ധ റമളാനിൽ ഇഫ്താറിന്റെ സമയത്ത്, അത്താഴത്തിന്റെ സമയത്ത്, പാതിരാവിലെ കുഞ്ഞുങ്ങൾ അവരുടെ രക്തത്തിൽ അവിടെ വിനോദസഞ്ചാര കേന്ദ്രം പണിയാനുള്ള തത്രപ്പാടിലാണ് വൻശക്തികളുള്ളത്. അതിന് ഒളിഞ്ഞും തെളിഞ്ഞും അനുകൂലം അല്ലെങ്കിൽ നിശബ്ദത പാലിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തുകൊണ്ട് അറബ് രാജ്യങ്ങളിൽ ചില രാജാക്കന്മാരും പ്രസിഡന്റുമാരുമായിട്ട് അതങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സത്യവിശ്വാസികൾക്ക് ചില കാര്യങ്ങൾ, ചില കൂട്ടരെ വ്യക്തമായി വേർതിരിയപ്പെടേണ്ടതുണ്ട് എന്ന് ഇതാണ് മുസ്ലിം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞത് സൂചിപ്പിക്കുന്നത് വളരെ ഗുരുതരമായ ഇത്തരത്തിലുള്ള ചില വിഷയങ്ങളാണ്. ശത്രുക്കളെ നമുക്ക് നേരിടാൻ കഴിയും. യുദ്ധം ഏത് തരത്തിലുള്ളതാണെങ്കിലും, രണ്ടു തരത്തിലുള്ള യുദ്ധം ഉണ്ടല്ലോ. വാക്കുകൾ കൊണ്ട്, നാവുകൾ കൊണ്ടുള്ള യുദ്ധമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും ഇങ്ങനെ കപടവിശ്വാസികളെയും യഥാർത്ഥ ശത്രുക്കളെയും തിരിച്ചറിയാൻ വേണ്ടിയുള്ളത് തന്നെയാണ്. ലോകാടിസ്ഥാനത്തിൽ ആയുധം കൊണ്ടുള്ള സംഘടനമാണെങ്കിൽ അതും ഏതാണെങ്കിലും കപടവിശ്വാസികളെ തിരിച്ചറിയാൻ വേണ്ടിയുള്ളതാണ്. അള്ളാഹുവിന്റെ സുന്നത്ത് ഈ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കും. ആരൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നത്? യഥാർത്ഥ വിശ്വാസം കൂടിക്കൊള്ളുന്നത് ആരുടെയെല്ലാം മനസ്സിലാണ്? ഹൃദയങ്ങൾ ആരുടേതെല്ലാമാണ് അള്ളാഹുവിനോട് കൃത്യമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നത്? അടിയുറച്ച വിശ്വാസം കൈക്കൊള്ളുന്നത്, അടിയുറച്ച ഈമാൻ മനസ്സിലുള്ളവർ ആർക്കൊക്കെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വ്യക്തമാവേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പൊതുസമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി ജീവിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട്, കണക്കുകൂട്ടിക്കൊണ്ട് സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തും മനസ്സിലാക്കേണ്ടത്
ഇത് വേർതിരിഞ്ഞ് കണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി രൂപപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ശത്രുക്കൾ ആര്? ഇപ്പോ വഖഫ് വിഷയം ഉണ്ടല്ലോ, വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം കണ്ണടച്ച് എല്ലാ തരത്തിലുള്ള കുതന്ത്രങ്ങളെയും അവർ പിന്തുണച്ചിരുന്നു. ഇത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്നതുകൊണ്ടായിരുന്നു. അവർ കാര്യം മനസ്സിലായില്ല. പക്ഷെ ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വഖഫിന്റെ കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പക്ഷേ ആശ്വാസകരമാണ്. അടുത്ത വരും ദിവസങ്ങളിൽ അത് കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തരത്തിൽ കാര്യങ്ങളെ നമുക്ക് എളുപ്പമാക്കി തരട്ടെ. വസ്തുതകൾ ജനങ്ങൾക്ക് മുമ്പിൽ ശരിയായ വിധം അവതരിപ്പിക്കാനും മുസ്ലിം സമൂഹത്തെ കുറിച്ച് കൃത്യമായി ഈ കേരള സമൂഹത്തിന് മനസ്സിലാക്കാനുമുള്ള അവസരം ഇൻഷാ അല്ലാഹ് ഉണ്ടാവുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമൂഹത്തെ നമ്മെ എല്ലാവരെയും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونتوب إليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. പ്രിയ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ, സതുപദേശങ്ങൾ എല്ലാം ഖുർആനിലുണ്ട്. നമ്മൾ ഓരോ സമൂഹത്തെയും എങ്ങനെ സമീപിക്കണം എന്നുള്ളത്, ഓരോ സമൂഹത്തിൽ നമ്മൾ ഏൽക്കേണ്ടി വരുന്ന പ്രതികൂല സാഹചര്യത്തിൽ നമ്മൾ മറികടക്കുന്ന നേരത്ത് നമ്മൾ എന്തൊക്കെയാണ് പരിഗണിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. നമ്മുടെ ജീവിതം കൊണ്ട് ഈ വിദ്വേഷത്തിന് പകരം സ്നേഹവും കാരുണ്യവും ദയയും മനുഷ്യത്വവും സമൂഹത്തിനിടയിൽ കാഴ്ചവെച്ചുകൊണ്ട് യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് നമുക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾക്കിടയിൽ നിന്ന് മരിച്ചു മൺമറഞ്ഞു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, അയൽവാസികൾ, സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. നമ്മളോട് ഇവിടെ പറഞ്ഞവർ, അവർക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഗ്ഫിറത്ത് നൽകി സ്വർഗീയ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ ഇന്നാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ റബ്ബനാ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.